ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ അശ്വിൻ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയക്കെതിരായ 3-ാം ടെസ്റ്റ് മത്സരത്തിന് ശേഷമാണ് അശ്വിൻ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. എന്നാൽ അശ്വിന്റെ വിരമിക്കൽ വെറുമൊരു തുടക്കം മാത്രമാണ് എന്നും സുപ്രധാന താരങ്ങൾ ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതിനായുള്ള ഒരുക്കത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ സജീവമായി എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിട്ടുള്ള വിശദമായ റിപ്പോർട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇന്ത്യൻ ടെസ്റ്റ് ടീം ഇനി പൊളിച്ചെഴുത്തിന്റെ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഫോമിലില്ലാത്ത താരങ്ങളെ മാറ്റി പകരം പുതിയ താരങ്ങളെ വെച്ച് പുതിയ ഒരു ടെസ്റ്റ് ടീം കെട്ടിപ്പടുക്കുക തന്നെയാണ് ഇവിടെ ടീം ഇന്ത്യ ചെയ്യാൻ പോകുന്നത്. അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ച് ടീമിൽ നിന്ന് മാറിയപ്പോൾ ടീം മാനേജ്മെന്റ് അദ്ദേഹത്തെ മനഃപൂർവ്വം പുറത്താക്കിയതാണ് എന്ന് അശ്വിന്റെ പിതാവ് ഉൾപ്പെടെ പ്രതികരണവുമായി ഇന്നലെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗംഭീറിന്റെ കീഴിൽ ടീം ഇന്ത്യ ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറാവുകയാണ്. സുപ്രധാനമായ പല നീക്കങ്ങളും ടെസ്റ്റ് ഫോർമാറ്റിലേക്ക് ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും സജീവമാണ്. യുവതാരങ്ങളെ പ്ലേയിങ് 11ലേക്ക് എത്തിച്ചുള്ള ഒരു നീക്കത്തിന് തന്നെയാണ് ഇവിടെ ടീം മാനേജ്മെന്റ് തയ്യാറാകുന്നത്. T20 ഏകദിന ഫോർമാറ്റുകളിൽ മികവ് കാട്ടുന്ന താരങ്ങൾക്ക് ടെസ്റ്റ് ഫോർമാറ്റിലേക്കുള്ള അവസരം തുറന്നിടുകയാണ് ഇവിടെ ടീം ചെയ്യുന്നത്. അശ്വിന്റെ വിരമിക്കൽ വെറുമൊരു തുടക്കം മാത്രമാണെന്നുള്ള സൂചനകൾ നിലനിൽക്കെ മറ്റ് സീനിയർ താരങ്ങളും ഇവിടെ വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ശക്തമാണ്. അജിൻക്യ രഹാനെ, ചേതേശ്വർ പൂജാര എന്നീ താരങ്ങളുടെ പേരുകളാണ് ഈ ലിസ്റ്റിൽ ആദ്യം എത്തുന്നത്. ഇന്ത്യൻ മുൻ ടെസ്റ്റ് വൈസ് ക്യാപ്റ്റനും മധ്യനിര ബാറ്ററുമായ അജിൻക്യ രഹാനെ നിലവിൽ ഇന്ത്യൻ ടീമിന്റെ പരിഗണനയ്ക്ക് പുറത്താണ്. ടെസ്റ്റിൽ ഏറ്റവും മികച്ച റെക്കോർഡുള്ള അജിൻക്യ രഹാനെയെ അടുത്തിടെ ഒന്നും ടീം ഇന്ത്യ ടെസ്റ്റിലേക്ക് പരിഗണിച്ചിട്ടില്ല. നേരത്തെ റെഡ് ബോൾ ക്രിക്കറ്റിലെ 5-ാം നമ്പറിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം വെസ്റ്റ് ഇൻഡീസുമായുള്ള ടെസ്റ്റിന് ശേഷം അദ്ദേഹത്തിന് ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല. ഇനി രഹാനെയ്ക്ക് ദേശീയ ടീമിലേക്ക് മടങ്ങിവരവും അസാധ്യമാണ്. രഹാനെയ്ക്കൊപ്പം തന്നെ ചേതേശ്വർ പൂജാരയും വിരമിക്കലിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മറ്റൊരു താരമാണ്. രഹാനെയെ പോലെ 36-കാരനായ പൂജാരയും ഇപ്പോൾ ദേശീയ ടീമിന്റെ ഭാഗമല്ല. ഇനി അദ്ദേഹത്തിന്റെ മടങ്ങിവരവും അസാധ്യമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിരമിക്കലാകും പൂജാരയ്ക്ക് മുന്നിലുള്ള ഏക ഓപ്ഷൻ. കഴിഞ്ഞ വർഷം ജൂണിൽ ഓസ്ട്രേലിയയുമായി ഓവലിൽ നടന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്. ഇതിൽ ഫ്ലോപ്പായ ശേഷം ടെസ്റ്റ് ടീമിൽ നിന്നും പൂജാരയുടെ സ്ഥാനം തെറിക്കുകയായിരുന്നു. ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ കമന്റേറ്റർ റോളിലാണ് ചേതേശ്വർ പൂജാര ഇപ്പോൾ ഉള്ളത്. വിരമിക്കൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള മറ്റൊരു താരം ജഡേജയാണ്. T20യിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച അദ്ദേഹം ടെസ്റ്റിൽ ഇപ്പോഴും ടീമിന്റെ അഭിവാജ്യ ഘടകമാണ്. എന്നാൽ 36-കാരനായ ജഡ്ഡുവും ഇപ്പോൾ കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നാട്ടിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്താറുണ്ട് എങ്കിലും പുറത്ത് അദ്ദേഹത്തിന് വേണ്ടത്ര തിളങ്ങാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അടുത്ത സൈക്കിളിൽ ജഡേജയ്ക്ക് പകരം യുവതാരങ്ങളെ വളർത്തിയെടുക്കാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിരമിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ 3 താരങ്ങൾക്കൊപ്പം ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും മുൻ ടെസ്റ്റ് ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയും പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിന് മുൻപ് തന്നെ വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമാണ്. ഇന്ത്യൻ നായകനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മ നിലവിൽ കരിയറിലെ മോശം സമയത്തിലൂടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി അദ്ദേഹത്തിന്റെ അവസാന ടൂർണമെന്റ് ആകുമെന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് തൊട്ടു പിന്നാലെ തന്നെ രോഹിത് വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ലോകകപ്പ് നേടിയതിനു ശേഷം T20 ഫോർമാറ്റിൽ നിന്നും രോഹിത് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. 36 വയസ്സുള്ള ഇന്ത്യൻ മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിയും പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രോഹിത് ശർമ്മയ്ക്കൊപ്പം തന്നെ T20യിൽ നിന്ന് വിരമിച്ച അദ്ദേഹം ഇപ്പോൾ ടെസ്റ്റിലും ഫ്ലോപ്പായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. കോഹ്ലിയുടെ ബാറ്റിംഗിൽ പഴയ ആത്മവിശ്വാസം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഒരേ തരത്തിലുള്ള പിഴവുകൾ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം മുൻ ഇന്ത്യൻ താരമായ ആകാശ് ചോപ്ര കോഹ്ലിയുടെ ബാറ്റിംഗിലെ പോരായ്മ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ ഫാൻസ് ഉൾപ്പെടെ സീനിയർ താരങ്ങൾക്കെതിരെയുള്ള അഭിപ്രായങ്ങളുമായി രംഗത്തെത്തുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഒരു അഴിച്ചുപണിക്ക് തന്നെയാണ് ഇവിടെ ഇന്ത്യൻ ടെസ്റ്റ് ടീം തയ്യാറെടുക്കുന്നത്. യുവതാരങ്ങളിലേക്ക് തന്നെ ടീം ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ സൈക്കിളിലേക്ക് ടീം ഇന്ത്യ യുവതാരങ്ങളെ തന്നെയായിരിക്കും പരിഗണിക്കുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.